പ്രൈസ് ലോർഡ്. സ്നേഹവാത്സല്യമുള്ള യുവജനങ്ങളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ആശംസ നൽകുന്നത്. ലഹരിയുടെ പിടിയിൽ നിന്നും ഇന്നത്തെ തലമുറയെ മോചിക്കുവാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടെ 12 രൂപതകളിൽ നിന്നും KRLCBC യുവജന സംഗമം ചേർത്തല തിബേരിയസ് സ്നേഹതീരത്ത് ഫെബ്രുവരി 8-9 തീയതികളിൽ സമ്മേളിക്കുന്നത് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സമ്മേളനം വലിയൊരു വഴിത്തിരിവായിട്ട് മാറട്ടെ. ഈ ജൂബിലി വർഷത്തിൽ ഈ യുവജന സംഗമം ഇറ്റ്സ് എ ടൈം ടു വേക്ക് അപ്പ്, ഗിവ് അപ്പ്, ലുക്ക് അപ്പ്, ഗെറ്റ് അപ്പ് ആൻഡ് ബിൽഡ് അപ്പ്. ഈ സംഗമം വഴി ഒരുപാട് വ്യക്തികൾക്ക് നിദ്ര വിട്ടുണരുവാൻ ലഹരിയുടെ, പ്രണയത്തിന്റെ, ഉത്തരവാദിത്വമില്ലാത്തതിന്റെ, അഹങ്കാരത്തിന്റെ, അസൂയയുടെ ഒക്കെ അഡിക്ഷന്റെ ലഹരിയിൽ നിന്നും ഉദ്ധാനം ചെയ്യുവാൻ വേക്കപ്പ്, ഉണരണം, നിദ്ര വിട്ടുണരണം, അഗസ്തീനോസ് ഉണർന്നതുപോലെ. പിന്നെ ഉപേക്ഷിക്കണം, ഗിവ് അപ്പ്. നമുക്ക് നമ്മളെ ഈ തെറ്റിലേക്ക് വീഴ്ത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കണം. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൂയിസൈഡ്, ഹോമോസൈഡ്, പെസ്റ്റിസൈഡ്, ഡിസൈഡ്? തീരുമാനിക്കണം. ഡിസൈഡ് എല്ലാ സൈഡാണ്. സൂയിസൈഡ് എന്നുവെച്ചാൽ ആത്മഹത്യ ചെയ്യണമെന്നല്ല, എന്നോട് തന്നെ മരിക്കണം, എന്റെ ചില അഭിലാഷങ്ങൾ, ആശ, അഡിക്ഷൻ. ഹോമോസൈഡ് എന്നെ ഇതിലേക്ക് വീഴ്ത്തുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികളോട് മരിക്കണം. പെസ്റ്റിസൈഡ് ഇതെന്റെ യുവത്വത്തെ നശിപ്പിക്കുന്നതാണ്, ഇത് കീടമാണെന്നുള്ള മനസ്സിലാക്കണം. അപ്പോൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു അമേരിക്കൻ സേയിങ് ഉണ്ട്, ഡെത്ത് ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ യുവർ ലൈഫ്, ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഈസ് വാട്ട് യു ലൂസ് വൈൽ യു ലിവ് ഓൺ എർത്ത്. മരണമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ നശിച്ചു പോകുന്ന മൂല്യങ്ങളാണ് ഏറ്റവും വലിയ നഷ്ടം. മരണ സംസ്കാരം. മൂന്നാമതായി ലുക്കപ്പ്. ഐ ലുക്ക് അപ്പ് ടു ദ മൗണ്ടൻസ്. ഞാൻ ഉന്നതങ്ങളിലേക്ക് നോക്കും. ആരെന്നെ സഹായിക്കും? അപ്പൊ കൗതാശിക ജീവിതത്തിൽ നമ്മൾ വളരണം. ലുക്കപ്പ്. ദൂർദപുത്രൻ ഉണർന്നതുപോലെ, നോക്കിയതുപോലെ, തമ്പുരാനിലേക്ക് നോക്കിയതുപോലെ. നാലാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് ഗെറ്റപ്പ്. ഡിറ്റർമിനേഷൻ ഫോർ എ ബെറ്റർ ലൈഫ്. എന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ വ്യക്തിയെ ധരിക്കണം. എന്നിലെ ശിമയോൻ പാറയാകണം, പത്രോസാകണം. എന്നിലെ സാവുൾ പൗലോസാകണം. എന്നിലെ കള്ളൻ നല്ല കള്ളനാകണം. എന്നിലെ സമറിയാക്കാരി പ്രഘോഷയാകണം. എന്നിലെ മഗ്ദലന മറിയം ഈശോയുടെ മറിയമാകണം. എന്നിലെ അഗസ്തീനോസ് വിശുദ്ധനായിട്ട് മാറണം. അങ്ങനെ പടുതുയർത്തണം. അതാണ് സിനഡ്, കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത ദൗത്യം. അതാണ് ഇപ്പോഴത്തെ ജൂബിലി വത്സരം. ആ ജൂബിലി വത്സരത്തിൽ നമ്മുടെ തെറ്റുകളെയൊക്കെ ഓർത്ത് നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുവാൻ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവിടെ ക്ഷമിക്കുവാൻ, അതുപോലെ ജീവിതം നവീകരിക്കാൻ സാധിക്കണം. ആ ജീവിതം നവീകരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യ ഭക്തി, മരിയ ഭക്തി, വചനഭക്തി ഉണ്ടാകണം. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. നല്ല ഒരു സംഗമമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഫാദർ നെൽസൺ ജോബ്.